സൗദിയിൽ വിദേശികൾക്ക് ഫൈനൽ എക്സിറ്റ് അടിക്കാൻ ഇഖാമയിൽ ചുരുങ്ങിയത് 30 ദിവസത്തെ കാലാവധി വേണമെന്ന് പാസ്പോർട്ട് ഡയറക്ടറേറ്റ്. ഫൈനൽ എക്സിറ്റിന് ശേഷം സൗദിയിൽ തങ്ങാവുന്ന ദിവസങ്ങൾക്ക് മാറ്റമുണ്ട്. 60 ദിവസത്തിൽ താഴെ കാലാവധിയുള്ള വിസ ഫൈനൽ എക്സിറ്റ് അടച്ചാൽ വിസ കാലാവധിക്കുള്ളിൽ സൗദിയിൽ നിന്ന് മടങ്ങണം എന്നാണ് നിർദ്ദേശം. വിസ റദ്ദാക്കി സൗദിയിൽ നിന്ന് മടങ്ങുന്ന പ്രവാസികൾ പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേടുന്ന അനുമതിയാണ് ഫൈനൽ എക്സിറ്റ്. താമസരേഖയായ ഇഖാമയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് എന്ന് വേണമെങ്കിലും ഫൈനൽ എക്സിറ്റ് ലഭിക്കുമായിരുന്നു ഇതുവരെ. എന്നാൽ ഇനി മുതൽ ഫൈനൽ എക്സിറ്റ് ലഭിക്കാൻ ഇഖാമയിൽ ചുരുങ്ങിയത് 30 ദിവസത്തെ കാലാവധി വേണമെന്ന് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു. 30 ദിവസത്തിൽ കുറവാണെങ്കിൽ മുഖയും അബിഷീർ പോർട്ടലുകൾ വഴി ഫൈനൽ എക്സിറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. 30 ദിവസത്തിൽ കുറവുള്ള ഇഖാമ പുതുക്കൽ നിർബന്ധമാകും. ഫൈനൽ എക്സിറ്റ് അടിച്ച ശേഷം 60 ദിവസം വരെ സൗദിയിൽ നിൽക്കാൻ ഇതുവരെ അനുമതിയുണ്ടായിരുന്നു. ഇനി അതിലും മാറ്റം വരും. ഇഖാമയുടെ കാലാവധി 30 ദിവസത്തിനും 60 ദിവസത്തിനും ഇടയിലാണെങ്കിൽ ഫൈനൽ എക്സിറ്റ് ലഭിക്കുന്നവർ ഇഖാമയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് സൗദിയിൽ നിന്ന് മടങ്ങണം. ഇഖാമയുടെ കാലാവധി 60 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ ഫൈനൽ എക്സിറ്റ് അടിച്ച് 60 ദിവസത്തിനുള്ളിൽ സൗദിയിൽ നിന്ന് മടങ്ങിയാൽ മതി. അബിഷീർ മുഖയും പോർട്ടലുകൾ വഴി തൊഴിലാളികൾക്കും ആശ്രിത വിസയിലുള്ളവർക്കുമെല്ലാം സൗജന്യമായാണ് ഫൈനൽ എക്സിറ്റ് നൽകുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.